Friends, welcome back to Cinema Salone. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ എന്തെല്ലാം ഗാഡ്ജറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വരൂ കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് ഈ കമ്പ്യൂട്ടറാണ്. 64GB റാമും 12GB ഗ്രാഫിക്സ് കാർഡുമുള്ള കംപ്ലീറ്റ്ലി കോൺഫിഗേർഡ് ആയിട്ടുള്ള ഒരു മാക് പ്രോ സിലിണ്ടർ മെഷീനാണിത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗാഡ്ജറ്റ് ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് സിസ്റ്റമാണ്. 48 TB കപ്പാസിറ്റി ഉള്ള തണ്ടർബോൾട്ട് 2 കണക്ടിവിറ്റി ഉള്ള ഒരു റെയ്ഡ് സ്റ്റോറേജ് ആണിത്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡേറ്റയും സേവ് ചെയ്ത് വയ്ക്കുന്നത് ഈ ടെറാ സ്റ്റോറേജിലാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന USB ഹാർഡ് ഡിസ്കുകളെ അപേക്ഷിച്ച് തണ്ടർബോൾട്ട് ഹാർഡ് ഡിസ്കുകൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും ബാൻഡ് വിഡ്ത്തും വളരെ കൂടുതലാണ്. വീഡിയോ വർക്ക് ഫ്ലോയിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കൂടാതെ ഇതൊരു റെയ്ഡ് സ്റ്റോറേജ് ആയതുകൊണ്ട് ഡാറ്റ സെക്യൂരിറ്റിയും വളരെ കൂടുതലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 മോണിറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണിറ്റർ ഇതാണ്. 16-bit കളർ പ്രിസിഷനും QHD റെസൊല്യൂഷനുമുള്ള ഒരു കളർ കാലിബ്രേറ്റഡ് റെഫറൻസ് മോണിറ്ററാണിത്. കളർ ഗ്രേഡിങ്ങിൽ കളറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കളർ പ്രിസിഷനാണ്. കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കളർ ഗ്രേഡിംഗ് മോണിറ്ററിന് മാത്രമേ അത് നൽകാൻ സാധിക്കൂ. കളർ ഗ്രേഡിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഡാവിഞ്ചി റിസോൾവ് ആണ്. ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇൻ്റർഫേസ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ മോണിറ്ററിലാണ്. കളർ ഗ്രേഡിങ്ങിൽ എന്ത് മാനിപ്പുലേഷനും ചെയ്യുന്നത് വീഡിയോ ലെവൽസിനനുസരിച്ചാണ്. ഈ വീഡിയോ ലെവൽസ് ആക്യുറേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വേവ് ഫോം, വെക്ടോസ്കോപ്പ്, ഹിസ്റ്റോഗ്രാം, പരേഡ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ഈ മൂന്നാമത്തെ മോണിറ്റർ ഉപയോഗിക്കുന്നത്. കളറിസ്റ്റുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിലൊന്നാണ് കളർ കൺട്രോൾ സർഫസ്. സൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൗണ്ട് മിക്സർ ഉപയോഗിക്കുന്ന മാതിരി കളേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് കളർ കൺട്രോൾ സർഫസ്. പ്രൊഫഷണൽ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിലൊന്നാണ് അവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടറും അതുപോലെ തന്നെ സ്ക്രീനും. 4K DLP പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 180 ഇഞ്ച് ഡയഗണലി വലിപ്പമുള്ള മാറ്റ് വൈറ്റ് സ്ക്രീനും. ഒരു ചെറിയ മോണിറ്ററിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയ എറേഴ്സ് പോലും ഒരു വലിയ സ്ക്രീനിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. തണ്ടർബോൾട്ട് കണക്ടിവിറ്റി ഉള്ള 12G SDI 4K HDMI ഔട്ട്പുട്ട്സ് ഉള്ള ഒരു വീഡിയോ കാർഡാണിത്. അനലോഗ് വീഡിയോ ക്യാപ്ചറിങ്ങിനും ഇത് ഉപയോഗപ്രദമാണ്. കമ്പ്യൂട്ടറിൽ നിന്നും ഡയറക്റ്റായി മോണിറ്ററിലോ പ്രൊജക്ടറിലോ ഡിസ്പ്ലേ ഔട്ട്പുട്ട് സെറ്റ് ചെയ്താൽ കിട്ടുന്ന സിഗ്നൽസ് കമ്പ്യൂട്ടർ സിഗ്നൽസ് ആയിരിക്കും. ഇതുപോലൊരു വീഡിയോ കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ചാൽ കമ്പ്യൂട്ടർ സിഗ്നൽസിന് പകരം വീഡിയോ സിഗ്നൽസ് നമുക്ക് ലഭിക്കും. കൂടുതൽ ആക്യുറസി ഉള്ള സിഗ്നൽസ് വീഡിയോ സിഗ്നൽസ് ആണ്. സറൗണ്ട് സൗണ്ട് മോണിറ്ററിങ്ങിനായി ഇവിടെ ഉപയോഗിക്കുന്ന ഓഡിയോ കാർഡ് ഫോക്കസ് റൈറ്റ് ക്ലാരറ്റ് 8 Pre ആണ്. 18 ഇൻപുട്സും 20 ഔട്ട്പുട്സുമുള്ള തണ്ടർബോൾട്ട് കണക്ടിവിറ്റി ഉള്ള ഒരു എക്സ്റ്റേണൽ ഓഡിയോ കാർഡാണിത്. കളർ ജഡ്ജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന റെഫറൻസ് മോണിറ്ററുകൾ ഏകദേശം 2 ആഴ്ചയ്ക്കും 4 ആഴ്ചയ്ക്കും ഇടയിൽ റീകാലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഉപയോഗിക്കുമ്പോൾ ചൂടാകുന്നതനുസരിച്ച് കളർ ആക്യുറസിയിൽ വരുന്ന വേരിയേഷൻ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കാലിബ്രേഷൻ ചെയ്യുന്നത്. കളർ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസ് എക്സ്റൈറ്റിൻ്റെ i1 ഡിസ്പ്ലേ പ്രോ ആണ്. കളർ ഗ്രേഡിങ്ങിന് ശേഷം ഒരു സിനിമയെ അതിന്റെ പരിപൂർണതയിൽ ആസ്വദിക്കണമെങ്കിൽ അതിന്റെ ശബ്ദം വളരെ അനിവാര്യമാണ്. ഇതിനു വേണ്ടിയാണ് സിനിമ സലൂണിന്റെ കളർ ഗ്രേഡിംഗ് തിയേറ്ററിൽ 5.1 സറൗണ്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സിനിമ സലൂണിന്റെ 4K കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിലുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.